ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ രാത്രിയിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ റൈസ് ആദ്യമായിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം തക്കാളി ചോറ് കഴിക്കാനായിട്ട് ഒരു ആഗ്രഹം തോന്നിയിട്ട്, കാരണം യൂട്യൂബൊക്കെ എടുത്ത് ഇങ്ങനെ ഓരോന്നോരോന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ തക്കാളി ചോറിൻ്റെ വീഡിയോ കുറേ കാണുന്നു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വേപ്പില, പിന്നെ അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പൂ, പട്ടയുടെ അതൊരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ മുടി ആദ്യം തന്നെ മുകളിലേക്ക് എല്ലാം കൂടി വാരിക്കിട്ടിട്ടുണ്ട്. അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് മുടിയൊക്കെ മുകളിൽ കെട്ടി വെച്ചിട്ട് കുക്കിംഗ് ആണ് കേട്ടോ ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ പാൻറ്റൊക്കെ മാറി വേറൊരു പാൻറ്റ് എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഈ തക്കാളി എങ്ങനെ ഇട്ട് അരിഞ്ഞിട്ടുണ്ട്. അതെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ്, അടിച്ചിട്ട് ജ്യൂസ് പോലെ ആക്കിയിട്ട്. പിന്നെ അതാ സവാള. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തതെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ സവാള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കുറച്ച് നെയ്യ് ഇട്ടിട്ട് അതിലേക്ക് സവാള ഇട്ടു, ഗ്രാമ്പൂ പടയുടെ ആ ഒരു പാക്കറ്റ് 10 രൂപയുടെ പാക്കറ്റ് അതിട്ടു. അത് കഴിഞ്ഞിട്ട് തക്കാളി മിക്സിയിൽ അടിച്ചത് ഫുൾ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മേളിൽ കൂടെ അതൊക്കെ ഒന്ന് നന്നായി വാട്ടിയിട്ടാണ്. നന്നായി വാട്ടിയതിന് ശേഷം കുറച്ച് മല്ലിയിലയും പിന്നെ ആ കീറി വെച്ച പച്ചമുളകും അതെല്ലാം കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് നന്നായി വാടിയതിന് ശേഷം വെള്ളമൊഴിച്ച് ആ വെള്ളത്തിലേക്ക് നമ്മുടെ അരി ഇട്ടു. അരി ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് 2 ഗ്ലാസ് അരിയാണ്. അതിന് ഞാനൊരു 3.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഉപ്പ് നന്നായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പ് മേലെ നിൽക്കുക. എന്നിട്ട് ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിലാണ് കേട്ടോ വന്നത്. അപ്പോൾ കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തക്കാളി ചോറ് പെട്ടെന്ന് ചെയ്തൊരു തക്കാളി ചോറാണ് കേട്ടോ. കുറേ നാളായി വിചാരിക്കുന്ന ഒരു തക്കാളി ചോറ് ഉണ്ടാക്കണം എന്ന്, പക്ഷെ ഇന്നാണ് സാധിച്ചത്. അപ്പോൾ റേഷൻ അരി വെച്ചിട്ട് ചെയ്യാട്ടത്. ഇപ്പോൾ ഞാൻ റേഷൻ അരിയിലെ സാധാ ഒരു ബിരിയാണി അരിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അത് കുക്കറിലിരുന്ന് വിസിൽ വരണ സമയം കൊണ്ടൊന്ന് കുളിച്ചിട്ട് വരാമെന്ന് വെച്ചിട്ട് കുളിക്കാൻ പോവാണ്. അപ്പോൾ അതിനിടയിൽ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ വിശക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കിയത് കഴിച്ചു. പിന്നെ ഞാൻ സാലഡ്, അതിലേക്ക് വേണ്ടിയിട്ടുള്ള സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ തക്കാളി ചോറ്. 2 വിസിൽ വന്നപ്പോൾ തക്കാളി ചോറിന് പതിവ് ഇങ്ങനെയായിരുന്നു. പിന്നെ ചെറുനാരങ്ങ നീര് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആ ചെറുനാരങ്ങയുടെ കഷ്ണം ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണിത് ഈ പീസ് വന്നിട്ട്. അപ്പോൾ അതാ ഓൾമോസ്റ്റ് തക്കാളി ചോറ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനി കഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ തക്കാളി ചോറുണ്ട്, കൂടെ സാലഡ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിന് കൊടുത്തേക്കാം കേട്ടോ. ലഞ്ച് ബോക്സ് വീഡിയോസിലൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട് ഈ ടൊമാറ്റോ റൈസ് എന്ന് പറയണത്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ട് ഒന്നും എടുത്തില്ല. മുളക് പൊടി ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നാലും അത്ര അധികം മുളക് പൊടി കാശ്മീരി ചില്ലൊന്നും ഇട്ടിട്ടില്ല കളറിന് വേണ്ടിയിട്ട്. അതാണ് ഈ ഒരു കളറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ നമുക്ക് ലഞ്ചിൻ്റെ കൂടെ കഴിക്കാം. പിന്നെ കുട്ടികൾക്കൊക്കെ പെട്ടെന്നൊരു ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ തക്കാളി ചോറ്. വേറെ ഒന്നും വേണ്ട, കറികളൊന്നും വേണ്ട, ജസ്റ്റ് ഒരു സാലഡ് മാത്രം മതി. അപ്പോൾ ഞങ്ങളിത് കഴിച്ചത് ഈ തക്കാളി ചോറ്, അതിൻ്റെ കൂടെ തന്നെ 2 പപ്പടം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടെ ഉണ്ടായിരുന്നത് തൈരാണ് കേട്ടോ. ഇത് കൂട്ടിയിട്ടാണ് ഞങ്ങളിന്ന് രാത്രി ഭക്ഷണം കഴിച്ചത്. ഫ്ലോപ്പാവും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ മനസ്സിൽ, കാരണം വെച്ചാൽ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. പിന്നെ എത്ര വിസിൽ വരണം അങ്ങനെയൊന്നും അറിയണ്ടായിരുന്നില്ല. അരിയുടെ വേവും കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാലും ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയതാ. ശരിയാവോ ശരിയാവില്ല അങ്ങനെയൊന്നും അറിയണ്ടായിരുന്നില്ല. ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാൻ തോന്നി, ഞങ്ങൾ ട്രൈ ചെയ്തു. കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഒരു ഗ്ലാസ് ജീരക വെള്ളം കൂടി ഉണ്ട് കേട്ടോ കുടിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടാണ് ഭക്ഷണം കഴിച്ചത്. ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ടൊമാറ്റോ റൈസ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പകർത്തി വേറൊരു പാത്രത്തിലാക്കിയിട്ട് വെച്ചു കേട്ടോ. കാരണം അത് ഫ്രിഡ്ജിക്ക് അതൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അത് ബാക്കി വന്നത് ഞാൻ എടുത്ത് വെച്ചു. അതുപോലെ തന്നെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഞാൻ അടുക്കള ഭയങ്കര ക്ലീൻ ചെയ്തിട്ടിട്ടാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് ക്യാരറ്റ് നമ്മൾ വെജിറ്റബിൾസ് വാങ്ങിയപ്പോൾ കുറച്ച് ക്യാരറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കേട് വന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കേട് വന്ന ഭാഗമൊക്കെ ഞാൻ ചെത്തി കളഞ്ഞിട്ട് ബാക്കി ക്യാരറ്റൊക്കെ എടുത്തിട്ട് ഒന്ന് കഴുകി ആകെ വൃത്തിയാക്കി പിന്നെ അതിൻ്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു മുറത്തിൽ ടിഷ്യൂ പേപ്പറും വെച്ചിട്ട് അങ്ങനെ ഇട്ടേക്കാൻ കേട്ടോ. അപ്പോൾ കുറേ പാത്രങ്ങൾ നമുക്ക് കഴുകാണ്ടായിരുന്നു കേട്ടോ വൈകിട്ട്. കുറേ പാത്രങ്ങൾ വൈകിട്ട് വന്ന് കറികൾ വെച്ചതും അങ്ങനെ ഓരോന്നിനെടുത്ത് നോക്കിയിട്ട് പാത്രങ്ങൾ ഇഷ്ടമുള്ള കഴുകാണ്ടായിരുന്നു. രാവിലെ തന്നെ കഴുകി വയ്ക്കും. ഇത് വൈകിട്ടത്തെ പാത്രങ്ങളായിരുന്നു. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഇതാ ഈ ക്യാരറ്റൊക്കെ എടുത്ത് വെച്ച് പിന്നെ നമ്മുടെ ടൊമാറ്റോ റൈസ് ബാക്കി ഒന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ബൈ.